പുട്ടുപൊടി വിറ്റ് 500 കോടി രൂപ വിറ്റുവരവുണ്ടാക്കിയ 25 കൊല്ലത്തിനിടയിൽ മാർക്കറ്റിലെ വെല്ലുവിളികളെ അതിജീവിച്ച് ഐക്കോണിക് ബ്രാൻഡായി മാറിയ 5 സെന്റ് ഫാക്ടറിയിൽ നിന്നും 5 ഏക്കറിലേക്ക് വളർന്ന ഇന്ന് 200-ലധികം ജീവനക്കാരുള്ള 1994-ൽ കോട്ടയത്തെ ഈരാറ്റുപേട്ടയിൽ നടത്തിയിരുന്ന പലചരക്ക് കടയിൽ നിന്നും മലയാളികളുടെ അടുക്കളയിലെ പ്രിയപ്പെട്ട ബ്രാൻഡായ അജ്മിയെ വളർത്തി വലുതാക്കിയ അബ്ദുൽ ഖാദറിന്റെയും മക്കളുടെയും കഥ. ഉണക്കിപ്പൊടിച്ച അരിപ്പൊടി അയൽക്കാർക്ക് നൽകി ശ്രീ അബ്ദുൽ ഖാദർ തുടങ്ങിവെച്ചത് വലിയൊരു സംരംഭക യാത്രയായിരുന്നു. ഭാര്യയും ഭർത്താവും തുടങ്ങിവെച്ച കൊച്ചു സംരംഭം ഒരു നാടൊട്ടാകെയും പിന്നീട് ഒരു ജില്ലയിലേക്കും തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്കും എത്തിക്കാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞത് സംരംഭക മികവ് കൊണ്ടും മാർക്കറ്റ് അറിഞ്ഞുള്ള വിപണന തന്ത്രവും കൊണ്ടാണ്. ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും ശുചിത്വവും ഉറപ്പാക്കിക്കൊണ്ട് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന അരിയാണ് മില്ലിലെത്തുന്നത്. അത്യാധുനിക ടെക്നോളജിയിൽ കസ്റ്റമൈസ്ഡ് മിഷനറി ഉപയോഗിച്ച് മനുഷ്യ സ്പർശമേൽക്കാതെ സ്റ്റീമേഡിൽ വറുത്ത് പൊടിച്ച് പാക്ക് ചെയ്താണ് പുറത്തു വരുന്നത്. പല ബ്രാൻഡുകൾക്ക് വേണ്ടിയും വർക്ക് ചെയ്തെങ്കിലും പ്രോഫിറ്റ് മാത്രമായിരുന്നു ലഭിച്ചത്. അവിടെ നിന്നാണ് സ്വന്തമായി അജ്മി എന്ന ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിതാവിന്റെ സ്വപ്നം നിറവേറ്റാൻ വിദ്യാഭ്യാസത്തിന് ശേഷം 3 ആൺമക്കളും ബിസിനസ്സിൽ ഒപ്പം ചേരുകയും പ്രൊഡക്ഷനിൽ മോഡേണൈസേഷൻ കൊണ്ടുവന്ന് പുറമേയുള്ള മാർക്കറ്റുകളിൽ സ്വാധീനം ഉറപ്പിച്ച് ഇന്ന് കേരളത്തിലെ മൊത്തം മാർക്കറ്റിന്റെ 50% നിയന്ത്രിക്കുന്ന അജ്മി എന്ന ബ്രാൻഡിന്റെ കഥയും 1 മിനിറ്റിൽ അവസാനിക്കുന്നതല്ല.